നമസ്കാരം. വിവാദ പരാമർശത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സിപിഎം നേതാവ് വി. ശിവൻകുട്ടി നൽകിയ പരാതിയിലാണ് ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി.എസ്. അനു ചേരുന്നു. അനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വർഗീയ പരാമർശത്തിന്റെ പേരിലാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിവാദ പരാമർശം. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A 153 വകുപ്പുകൾ പ്രകാരമാണ്, അതായത് മതസ്പർദ്ധ വളർത്തുക, വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് ശ്രീധരൻപിള്ള. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രീധരൻപിള്ളയുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ശ്രീധരൻപിള്ളയുടെ വർഗീയ പരാമർശമാണെന്ന ഒരു റിപ്പോർട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കർ മീണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സമാനമായ ഒരു പരാമർശത്തിന്റെ പേരിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ശബരിമല വിഷയത്തിൽ ശബരിമല സുവർണാവസരമാണെന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ നേരത്തെയും ശ്രീധരൻപിള്ളയ്ക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ ഇത്തരത്തിലൊരു കേസെടുക്കുക എന്നുള്ളത് ബിജെപിയെയും പ്രത്യേകിച്ച് ശ്രീധരൻപിള്ളയെയും പ്രതിരോധത്തിലാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രേണുക, വി.എസ്. അനുവാണ് വിവരങ്ങൾ നൽകിയത്. അയൽ സംസ്ഥാനങ്ങളിലെ പ്രചാരണ രംഗത്ത് ശബരിമല വിഷയമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എന്തു പറയുമെന്ന് ഇന്നറിയാം. ബിജെപിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന മോദി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. അവസാന ദിവസങ്ങളിലെ പ്രചാരണത്തിന് RSSന്റെ നേതൃത്വത്തിൽ വൻ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. പ്രചാരണത്തിന് അവസാന ദിവസങ്ങളിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ബിജെപിയുടെ തന്ത്രം. ഇത് മുൻനിർത്തിയുള്ള പ്രസംഗം പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ശബരിമല വിശ്വാസം, ദേശീയത എന്നിവ നരേന്ദ്രമോദി പ്രധാന വിഷയമാക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി. തിരുവനന്തപുരത്തിന് പുറമെ പ്രതീക്ഷ പുലർത്തുന്ന പത്തനംതിട്ടയിലും മോദിയെ എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിട്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ തിരക്ക് തടസ്സമായി. പകരം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പത്തനംതിട്ടയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. അവസാന ദിവസങ്ങളിലെ ബിജെപി പ്രചാരണം പൂർണ്ണമായും RSS നിയന്ത്രണത്തിലാണ്. ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ടുകളുടെ കൃത്യമായ കണക്കെടുത്താണ് നീക്കം. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. അവസാനവട്ട പ്രചാരണത്തിനായി താരപ്രചാരകർ വടക്കൻ കേരളത്തിലേക്ക്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും അമിത്ഷായും പ്രചാരണത്തിനെത്തും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട് എന്നിവർ ഇടതുമുന്നണിക്കായി പ്രചാരണം നയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന 3 ദിവസവും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. പ്രചാരണം അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കൾ വടക്കൻ കേരളത്തിൽ സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മുമ്പില്ലാത്ത വിധം മലബാറിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി 20-ന് വയനാട്ടിലെത്തും. മാനന്തവാടിയിലെ പൊതുയോഗത്തിനു ശേഷം പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികന്റെ വീട്ടിൽ പ്രിയങ്ക എത്തും. കോൺഗ്രസ് നേതാക്കളായ നവജ്യോതി സിംഗ് സിദ്ധു, ഗുലാം നബി ആസാദ്, സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ നേതാക്കൾ ഇന്ന് കോഴിക്കോട്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലുണ്ട്. ഇവരും വരും ദിവസങ്ങളിൽ വയനാട്ടിലെത്തി പ്രചരണ രംഗത്ത് സജീവമാകും. കോഴിക്കോട്ടെ UDF പ്രവർത്തകരിൽ ആവേശമുയർത്തി ഇന്ന് സിദ്ധുവിന്റെ റോഡ് ഷോ നടന്നു. UDF തികഞ്ഞ പ്രതീക്ഷയിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വണ്ണം UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. എന്നുവെച്ചാൽ മിക്കവാറും എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമായിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. രാഹുലിനെതിരെ പ്രചാരണത്തിനായി അടുത്ത ദിവസം വയനാട് മണ്ഡലത്തിലെത്തുമെന്നാണ് BJP നേതൃത്വത്തിന്റെ അറിയിപ്പ്. സ്മൃതി ഇറാനി, ക്രിക്കറ്റ് താരങ്ങളായ ശ്രീശാന്ത്, ഗൗതം ഗംഭീർ എന്നിവരെയും മണ്ഡലത്തിലെത്തിക്കാനാണ് നീക്കം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് വയനാട്ടിൽ LDF പ്രചരണത്തിനായുണ്ട്. നാളെ യെച്ചൂരി കോഴിക്കോട്ട് 2 ഇടങ്ങളിൽ പ്രചരണത്തിനെത്തും. ബൃന്ദ കാരാട്ടും വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി വരുന്ന 3 ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്. പ്രചരണ രംഗത്ത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ടാക്കുന്ന ആവേശം വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമാണ് ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിനിടെ പശ്ചിമ ബംഗാളിൽ വ്യാപക ആക്രമണമുണ്ടായി. റായ്ഗഞ്ചിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം ആക്രമിച്ചു. 12 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്.
രണ്ടാം ഘട്ടത്തിൽ പശ്ചിമബംഗാളിലാണ് കൂടുതൽ സംഘർഷമുണ്ടായത്. റായ്ഗഞ്ചിൽ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു തകർത്തു. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തുകൾ കയ്യേറി. പോലീസും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ലെന്ന് മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, സദാനന്ദ ഗൌഡ, കർണാടക, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ, കനിമൊഴിയടക്കമുള്ള DMK നേതാക്കൾ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. രജനീകാന്തും കമൽഹസനും അടക്കമുള്ള താരങ്ങളും രാവിലെ പോളിംഗ് ബൂത്തിലെത്തി. ദക്ഷിണേന്ത്യയിലെ 53 ഉത്തരേന്ത്യയിലെ 42 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിൽ 38 സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകും. 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 10ഉം ഉത്തർപ്രദേശിൽ 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിനിടെ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് പോളിംഗ് തടസ്സപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ, ഉദ്ധംപൂർ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമാണ്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് 1629 സ്ഥാനാർത്ഥികൾ. വിധി എഴുതുന്നത് 15 കോടിയിലേറെ വോട്ടർമാർ. പശ്ചിമബംഗാൾ ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്ന തിരുനെൽവേലിയിൽ നിന്ന് കിരൺ ബാബുവും ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ചേരുന്നു. ആദ്യം അഭിലാഷ്, ഉച്ചവരെയുള്ള സാഹചര്യം ബംഗാളിലൊഴികെ മറ്റെല്ലായിടത്തും സമാധാനപരമായി വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നതായിരുന്നു. ഇപ്പോഴത്തെ നില എന്താണ്? വിശദാംശങ്ങൾ. രേണുക, 95 ലോക്സഭാ സീറ്റുകളിലേക്കും തമിഴ്നാട്ടിലെ 18 നിയമസഭാ സീറ്റുകളിലേക്കും ഒപ്പം ഒഡീഷയിലെ 35 നിയമസഭാ സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ബംഗാൾ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് സ്ഥാനാർത്ഥിക്കെതിരായ അക്രമത്തിനുണ്ടായ സാഹചര്യം, പ്രത്യേകിച്ച് 180, 129 നമ്പർ പോളിംഗ് ബൂത്തുകളിൽ അടക്കം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറുകയും വോട്ടർമാരുടെ ഐഡന്റിറ്റി കാർഡുകൾ നിർബന്ധപൂർവ്വം പരിശോധിക്കുകയും അതിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് തോന്നുന്നവരെ നിർബന്ധിച്ച് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാൾ സർക്കാരിനോട് ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പൊതുവെ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 3ാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടുന്ന ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അധികം സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഒട്ടേറെ പ്രമുഖരും ജനവിധി തേടുന്നു എന്നുള്ളതുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് പൊൻ രാധാകൃഷ്ണൻ, തൂത്തുക്കുടിയിൽ നിന്ന് കനിമൊഴി, നീലഗിരിയിൽ നിന്ന് A. രാജ, ചെന്നൈ സെൻട്രലിൽ നിന്ന് ദയാനിധിമാരൻ, ചിക്കബല്ലൂരിൽ നിന്ന് വീരപ്പ മൊയ്ലി, ശിവഗംഗയിൽ നിന്ന് കാർത്തി ചിദംബരം എന്നിവരാണ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുനെൽവേലിയിൽ നിന്ന് കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, തമിഴ്നാട്ടിൽ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. മികച്ച പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? നമ്മൾ മുമ്പ് കണ്ട കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തിരുനെൽവേലിയിൽ കന്യാകുമാരിയിൽ കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു പ്രധാന ഏറ്റുമുട്ടലെങ്കിൽ തിരുനെൽവേലിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന DMKയും ADMKയും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒപ്പം TTV ദിനകരൻ്റെ AMMKയുടെ സ്ഥാനാർത്ഥിയും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. രാവിലെ മന്ദഗതിയിലായിരുന്നു പൊതുവെ പോളിംഗ് നടന്നിരുന്നത്. എന്നാൽ ഉച്ചയോടുകൂടി പോളിംഗിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു പൊതു രീതിയും ഇതുതന്നെയാണ്. രാവിലെ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കുറവായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ് ജനത കൂട്ടത്തോടുകൂടി പോളിംഗ് ബൂത്തുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ പോലെ മികച്ച പോളിംഗ് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടായിരിക്കുന്നതെന്നാണ് പൊതുവായ വിലയിരുത്തൽ. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രത്തിൽ BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രതികരണം. കേന്ദ്രത്തിലും തമിഴ്നാട്ടിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി ഇടപെടണമെന്ന് DMK നേതാവ് MK സ്റ്റാലിൻ പ്രതികരിച്ചു. മതേതര സർക്കാർ അധികാരത്തിലെത്തുമെന്നും കർണാടകയിലെ 14-ൽ 10 സീറ്റും കോൺഗ്രസ് JDS സഖ്യം വിജയിക്കുമെന്നും HD ദേവഗൌഡ പറഞ്ഞു.
I can see that there is a positive response. People are really, you can see in their eyes a certain gladness about having to come and cast the vote. There's never a tussle as regards BJP's seat. The party's decision is the final, and all of us have worked and campaigned for the party. Tamil people want a change of government both at the centre and following that in the state. That is why there's overwhelming support for the secular progressive front formed by the DMK, Congress and the allied parties. I have voted and I appeal to people to vote for the democratic secular front. தமிழ்நாட்டிலே இரண்டாம் கட்டமாக தமிழகம் முழுவதும் தேர்தல் நடைபெற்றுக் கொண்டிருக்கின்றது. கன்னியாகுமரி மாவட்டத்திலே நான் தற்போது என்னுடைய വാക്കുരിമയെ നിറവേറ്റിവിട്ട് വന്നിരിക്കുന്നേൻ. ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ BJP MPക്ക് നേരെ ഷൂയേർ. GVL നരസിംഹറാവുവിനെതിരെയാണ് ഷൂയേർ ഉണ്ടായത്. കാൺപൂർ സ്വദേശിയായ ഡോക്ടർ ശക്തി ഭാർഗവയാണ് ഷൂയേറിനതിന് പിടിയിലായത്. ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിച്ചു. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് സംഭവിച്ചത്? ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. BJP വക്താവ് കൂടിയായ GVL നരസിംഹറാവു വാർത്താസമ്മേളനത്തിൽ അധികം പ്രഗ്യാ സിംഗ് താക്കൂറിന് സ്ഥാനാർത്ഥിത്വം BJP നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിപാദിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസും മറ്റ് പാർട്ടികളും വിമർശിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ആ വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതിന്റെയാണ് അദ്ദേഹത്തിന് നേരെ ഷൂയേർ ഉണ്ടായിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കസേരകളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹത്തിന് നേരെ ഷൂ എറിഞ്ഞത്. ഈ ഷൂ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തട്ടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ ആരാണ് എന്നത് കൃത്യമായി പോലീസ് അയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ വിസിറ്റിംഗ് കാർഡ് പ്രകാരം അയാളുടെ പേര് ഡോക്ടർ ശക്തി ഭാർഗവ എന്നാണ്. കാൺപൂരിലെ ഭാർഗവ ആശുപത്രിയിൽ MS സർജനാണ് ഇയാളെന്നാണ് അയാളുടെ വിസിറ്റിംഗ് കാർഡ് പ്രകാരം കാണാൻ കഴിയുന്നത്. ഡൽഹി പോലീസും ഒപ്പം BJP ആസ്ഥാനത്തുണ്ടായിരുന്ന പോലീസ് ജീവനക്കാരും ചേർന്ന് ഇയാളെ ഉടൻ തന്നെ പിടികൂടിയിട്ടുണ്ട്. IP എക്സ്റ്റൻഷനുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് ശക്തി ഭാർഗവയെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. BJP ആസ്ഥാനത്ത് ഇയാൾ എങ്ങനെ എത്തി എന്നതിലും അവ്യക്തതയുണ്ട്. കാരണം BJP ആസ്ഥാനത്തെ മാധ്യമ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അക്കാര്യത്തിൽ പോലീസ് പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നതാണ്. അങ്ങനെ ഒരു സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ എങ്ങനെ പുറത്തുനിന്ന് ഒരാൾ കയറിക്കൂടി എന്നത് സംബന്ധിച്ചും പരിശോധനകൾ നടക്കുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിനെതിരെ സമാനമായ ഒരു ഷൂ ആക്രമണം കോൺഗ്രസ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. M. ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. 3 വയസ്സുകാരന്റെ തലയ്ക്ക് തടി കൊണ്ടടിച്ചത് അമ്മ തന്നെയാണെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം. ആലുവയിലെ കുരുന്നിന്റെ തലയിൽ അമ്മ തന്നെ തടി കൊണ്ടടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ശരീരത്തിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചതും അമ്മയാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ 3 വയസ്സുകാരനെ കയ്യിൽ കിട്ടിയതുകൊണ്ടെല്ലാം അടിച്ചു. വാശി പിടിച്ചപ്പോഴൊക്കെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. ശരീരമെങ്ങും പൊള്ളിക്കുമുളച്ച പാടുകൾ. തടികൊണ്ട് കിട്ടിയ അടിയിൽ തലച്ചോറിന് അതീവ ഗുരുതര പരിക്ക്. പരിക്ക് ഏൽപ്പിച്ചത് സ്വന്തം അമ്മ തന്നെയാണ്. ജാർഖണ്ഡ് സ്വദേശിയായ ഒരു 20 ദിവസത്തോളം ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. പക്ഷേ ഇന്നലെ തന്നെ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിനനുസരിച്ച് കേസെടുക്കുന്നുണ്ട്. കേസ് ഇപ്പോൾ ഓൾറെഡി എടുത്തു. ഈ അമ്മയെ തന്നെ പ്രതിയാക്കുന്നുണ്ട്. അമ്മ തല്ലിത്തകർത്ത തലയോട്ടിയിൽ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷവും രക്തസ്രാവം നിലയ്ക്കുന്നില്ല. മരുന്നുകളോട് പ്രതികരിക്കുന്നുമില്ല. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഇനിയും സങ്കീർണമായ അനേകം ഘട്ടങ്ങൾ കടക്കണമെന്ന് ഡോക്ടർമാർ. കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ജാർഖണ്ഡ് സ്വദേശിയായ അച്ഛനും ബംഗാൾ സ്വദേശിയായ അമ്മയും ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കിന്റെ സ്വഭാവം കണ്ട ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണിപ്പോൾ. മസ്തിഷ്കത്തിന്റെ വലതുഭാഗത്ത് കാര്യമായ ക്ഷതമേറ്റതായി ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നും കുട്ടി 48 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനിപ്പോൾ, എന്താണ് മെഡിക്കൽ ബുള്ളറ്റിനിന്റെ വിശദാംശങ്ങൾ? കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? രേണുക, ഇക്കാര്യത്തിൽ ഏറ്റവും ആത്യന്തികമായി മെഡിക്കൽ ബുള്ളറ്റിനാണ് വന്നിരിക്കുന്നത്. ഇതിൽ 48 മണിക്കൂർ കൂടി നിരീക്ഷണം തുടരണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും തന്നെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം മാത്രം സൂചനയുള്ളത്,
മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നത് മാത്രമാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഗുരുതര സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയുന്നു. വലത് മസ്തിഷ്കത്തിൽ കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ കുഴപ്പങ്ങൾ തന്നെയാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ളത്. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് ഇതിൽ ചേർക്കാനുള്ളത്. മറ്റ് ആശുപത്രിയിൽ നിന്ന് മറ്റു വിവരങ്ങളൊന്നും ലഭിക്കുന്നത് കുട്ടിയുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് ഉള്ളത് മാത്രമാണ് ലഭിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. വിവരങ്ങൾ നൽകിയത്. മംഗലാപുരത്ത് നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച 17 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. 6 മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയ രാവിലെയാണ് തുടങ്ങിയത്. അതിസങ്കീർണമായ രോഗങ്ങളുള്ള കുഞ്ഞിന്റെ ശസ്ത്രക്രിയ അപകടകരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുമ്പോൾ കുഞ്ഞിന്റെ ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ പരിഹരിക്കാനാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹൃദയ അറകളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന വെൻട്രിക്കിളിൽ ജനിച്ചപ്പോൾ തന്നെ ദ്വാരമുണ്ട്. ഹൃദയ വാൽവിനും ദ്വാരമുണ്ട്. ഇതിനു പുറമെ ശരീരത്തിലെ ധമനികൾ ചുരുങ്ങിയതാണ്. കൊച്ചിയിലെത്തിക്കും മുൻപ് 2 തവണ കുഞ്ഞിന് അപസ്മാരവും ഉണ്ടായി. ഭാവിയിൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വൈകല്യങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞാലും കുറേ ദിവസം കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരിക്കും കുട്ടിയെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ച 4 ദിവസം പ്രായമുള്ള കുട്ടിയുടെ നില തൃപ്തികരം. ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് 4.25 മണിക്കൂർ കൊണ്ടാണ് കുട്ടിയെ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ക്രിസ്തുദേവന്റെ അന്ത്യാത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കുന്നു. അന്ത്യാത്താഴത്തിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ വീണ്ടും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളം മാതൃകയാണെന്ന് പറയുന്ന രാഹുൽ കേരള മോഡൽ സൃഷ്ടിച്ച ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് മത്സരിക്കുന്നത്. മോദിയെ തോൽപ്പിക്കണമെന്ന് പറയുന്ന രാഹുൽ മത്സരിക്കാൻ കർണാടകം തെരഞ്ഞെടുക്കണമായിരുന്നുവെന്നും ബത്തേരിയിലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മത്സരം CPM-നെതിരെ അല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംഘപരിവാറിനെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടം. കേരളത്തിൽ BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും വേണുഗോപാൽ കോഴിക്കോട്ട് പറഞ്ഞു. കൊല്ലത്ത് BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ദുർബലമെന്ന ആക്ഷേപവുമായി പാർട്ടിയിൽ ഒരു വിഭാഗം. വോട്ട് മറിക്കാൻ BJP-ക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം. യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയർന്നത്. കൊല്ലത്ത് BJP-യുടേത് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നും ഇത് UDF-നെ സഹായിക്കാനാണെന്നും LDF ആരോപിച്ചിരുന്നു. ഇതേ വിമർശനമാണ് BJP-ക്കുള്ളിലെ ഒരു വിഭാഗം ഉയർത്തുന്നത്. സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് ഇതുവരെയും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല. മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം വോട്ടുള്ള BJP-ക്ക് ഇത്തവണ അതിൽ നല്ലൊരു ഭാഗം നഷ്ടപ്പെടുമെന്ന വാദവുമായി യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രംഗത്ത് വന്നു. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ദൗർബല്യം അത് ദുർബലനാണോ ഒന്നും പറയാൻ അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. പക്ഷേ BJP-യെ സംബന്ധിച്ച് BJP-ക്ക് 1.5 ലക്ഷം വോട്ട്, അതിൽ കൂടുതൽ വോട്ട് ഇവിടെ കിട്ടണം, സമാഹരിക്കണം. അത് ആര് ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് നമുക്ക് വിഷയമില്ല. BJP-യെ സംബന്ധിച്ച് അതാണ് നമ്മുടെ ഒരു നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി മേക്ക് എ വിഷൻ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ സമാന്തര കമ്മിറ്റികളും ഉണ്ടാക്കി. വോട്ടുകൾ ഉറപ്പിക്കാൻ BJP ജില്ലാ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പൊതുവെ ഒരു സംസാരമുണ്ട്, അതിൽ മാറ്റിയെടുക്കാനായിട്ട് പാർട്ടിയുടെ നേതൃത്വങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിമർശനങ്ങൾ പാർട്ടി വേദിയിൽ ഉന്നയിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവന BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് G ഗോപിനാഥ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. BJP-യെ എതിർക്കാൻ രാഹുൽ ഗാന്ധി എന്തിന് വയനാട് വന്നുവെന്ന് ബൃന്ദ കാരാട്ട്. കേരളത്തിലെ കോൺഗ്രസുകാർ തവളച്ചാട്ടം നടത്തുകയാണെന്നും ബൃന്ദ കാരാട്ട് മലപ്പുറത്ത് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മാവോയിസ്റ്റ് ലഘുലേഖ. നാടുകാണി ദളത്തിന്റെ പേരിലാണ് ലഘുലേഖ. BJP-യും കോൺഗ്രസും കപട ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികളെന്ന ലഘുലേഖയിൽ ആരോപണം.
കേരളത്തിൽ BJP വൻതോതിൽ പണമൊഴുക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മറ്റ് സംസ്ഥാനങ്ങളിലും BJP പണമൊഴുക്കുന്നുണ്ടെന്നും KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് സോളാർ വിഷയത്തിൽ താൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ മാത്രം കേസെടുത്തത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഹൈബി ഈഡൻ. പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തുറന്നു പറയുമെന്നും മീറ്റ് ദ പ്രസിൽ ഹൈബി ഈഡൻ. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും ഉന്നതർ ഉൾപ്പെട്ട കേസാണിതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി പ്രത്യേക കോടതിയിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.